إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല ഇടങ്ങളിലും സമ്പൂർണമായി തന്നെ പാലിക്കണമെന്ന്, ആ വിഷയത്തിൽ തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളും അബദ്ധങ്ങളും താളപ്പിഴവുകളും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം കാരുണ്യവാനായ നാഥന്റെ തൃപ്തിക്കനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവൻ നമ്മെ തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു മനുഷ്യന് നൽകിയ രണ്ട് പ്രത്യേക ഗുണങ്ങളാണ് കരയാനും ചിരിക്കാനുമുള്ള കഴിവ്. എപ്പോഴാണ് കരയേണ്ടത്, എപ്പോഴാണ് ചിരിക്കേണ്ടത്, ആരുടെ മുമ്പിലാണ് ഇത് രണ്ടും നിർവഹിക്കേണ്ടത്? നമ്മളൊക്കെ പലപ്പോഴും ഈ രണ്ടും തെറ്റായ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നവരാണ്. പലരും കരയുന്നത് പടപ്പുകളുടെ മുമ്പിൽ നിന്നിട്ടാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുചര്യ എന്നൊക്കെ നമുക്ക് വായിക്കുന്നത് കരയേണ്ടത് അള്ളാഹിന്റെ മുമ്പിലാണ്. അള്ളാഹുവിന്റെ മുമ്പിലേ കരയാവൂ. അള്ളാഹുവിന്റെ മുമ്പില് കരയാതെ വരുമ്പോ അത് പിന്നെ പലപ്പോഴും പടപ്പുകളുടെ മുമ്പിലായി. മനുഷ്യന്മാരുടെ മുമ്പില് ഒരു വിശ്വാസിക്ക് കരച്ചിലില്ല. മനുഷ്യന്മാരുടെ മുമ്പില് ചിരിയാണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഏതു പ്രതികൂല സാഹചര്യത്തിലും ഏതു വിധേനയും വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആ ബന്ധത്തിന് വിള്ളലുണ്ടാകാൻ പാടില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. വിശ്വാസികൾ തമ്മിൽ ബന്ധമില്ല, ഐക്യമില്ല. ഫലസ്തീൻ പ്രദേശത്ത് അവിടെ ഇസ്രയേലും മറുചേരിയില് ലബനാനും ഇറാനും ഇവര് തമ്മിൽ ഘോര സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഷിയായും ജൂതനും തമ്മിലുള്ള തല്ലല്ലേ, ആയിക്കോട്ടെ. നമുക്കതിൽ ഒരു സുന്നി മുസ്ലിം സമൂഹത്തിന്, ലോകത്ത് മുസ്ലിങ്ങളെ രണ്ടായി തിരിച്ചു കഴിയുമ്പോൾ സുന്നി മുസ്ലിം, സുന്നി ഷിയ
ഈ വേർതിരിവ് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഷിയാക്കളെ അവർ തമ്മിൽ അടിച്ചു തീർത്തോട്ടെ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞാണ് ഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രങ്ങൾ ഇരിക്കുന്നത്. രാഷ്ട്രങ്ങൾ എന്നുള്ളത് വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. വ്യക്തികൾ കൂടുമ്പോഴാണ് രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത്. അത് മുസ്ലിം പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താണ്? ഐക്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ ഐക്യം ആദ്യം പുലരേണ്ടത്, രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകണമെങ്കിൽ ആദ്യം വ്യക്തിതലത്തിൽ ഐക്യം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ തമ്മിൽ എപ്പോഴും നല്ലൊരു ബന്ധമുണ്ടാകണമെന്ന് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ വളരെ ശക്തമാണ്. തമ്മിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട രണ്ട് സംഗതിയാണ്. ഒന്ന് ചിരിക്കുക എന്നുള്ളതും മുഖപ്രസന്നത ഉണ്ടാകുക എന്നുള്ളത്. രണ്ട് സംഗതിയാണ്. മുഖത്തൊരു തിളക്കം ഉണ്ടാവണം, മുഖത്തൊരു പ്രസന്നത ഉണ്ടാവും. ചിരി പലപ്പോഴും വേണമെങ്കിൽ നാട്യമാകാമല്ലോ, ആളെ പറ്റിക്കാൻ വേണമെങ്കിൽ ചിരിക്കാം. മുഖപ്രസന്നത എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മുഖത്ത് എന്നും ഉണ്ടാകേണ്ടതാണ്. ഈ രണ്ട് ഗുണങ്ങളും ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകളിൽപ്പെട്ട ഒന്നാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ തിരിച്ചറിയാൻ അള്ളാഹു പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചതിനെയാണ് ഈ ആയത്ത് എന്ന് പറയുക. ചെറിയൊരായത്താണ്. മുഖത്തൊരു പ്രസന്നത നമുക്ക് വരുത്താൻ കഴിയുക എന്നുള്ളത് ആയത്താണ്. എന്തുകൊണ്ട് ആയത്ത്? മനുഷ്യനില്ലാതെ വേറെ അത് ജീവിക്കാതെ കഴിയുക. ഒരു പശുവിനെയോ പോത്തിനെയോ ആടിനെയോ പക്ഷിയെയോ നോക്കിക്കഴിഞ്ഞാൽ അതിന് ചിരിക്കാൻ കഴിയില്ല. അതിന്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ വരും നമുക്ക് കാണാൻ കഴിയില്ല. അത് മനുഷ്യന് മാത്രമാണ് അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഒരു ആയത്താണ്. ലോകത്ത് പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന്, ആ നാഥൻ ഏകനാണെന്ന്, ആ നാഥൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് ചില വ്യത്യസ്തതകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ടിരിക്കുന്ന സംഗതിയാണ്. അള്ളാഹ്ക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണല്ലോ. ദൈവിക വാത്സല്യം എന്ന് വേണമെങ്കിൽ അതിന് പറയാം. അള്ളാഹുവിന് മനുഷ്യനോട് ഇഷ്ടമാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അള്ളാഹ് ബഹുമാനിച്ചു എന്നാ പറഞ്ഞു. അപ്പൊ ഈ ദൈവിക വാത്സല്യത്തിന്റെ സുഗന്ധവും പേര് വരുന്നൊരു മന്ദമാരുതനാണ് വേണമെങ്കിൽ മനുഷ്യന്റെ മുഖത്ത് വന്ന് ചിരിയെന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരു വാത്സല്യം എന്ന് ചിരി നമുക്ക് പറയാൻ പറ്റാന്ന് ചോദിച്ചാല്, എത്ര പകയുള്ളൊരു മനുഷ്യനാണെങ്കിലും അയാളെ നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആ ചിരിയുടെ പേരിൽ അയാളുടെ മനസ്സിൽ നിന്ന് ആ പകയും വിദ്വേഷവും ഒക്കെ മാറി അവിടെ ഒരു ഇണക്കവും ഒരു സാഹോദര്യവും ഒക്കെ തിരിച്ചു വരാറുണ്ട്. ഈ മുഖപ്രസന്നതയ്ക്ക് ബഷാഷത്ത് എന്ന് പറയാം. ബഷാഷത്തു മസീദത്തുൽ ഖുലൂബ്. ഇബ്നു ഉയൈന എന്നൊരു പണ്ഡിതൻ മുഖപ്രസന്നത അങ്ങനെയാ വിശദീകരിച്ചത്. ഹൃദയങ്ങൾക്കുള്ളൊരു കെണിയാണെന്നാണ്. മനുഷ്യന്റെ ഹൃദയത്തെ പിടിച്ചെടുക്കുന്നൊരു കെണിയാണ് മുഖത്തെ പ്രസന്നത. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതാണ്. നമ്മളോട് വിദ്വേഷമുള്ള ഒരാളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ചിരിച്ച് മുഖപ്രസന്നതയോടെ നിന്ന് കഴിഞ്ഞാല് അയാളുടെ മനസ്സ് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയും. ഇപ്പൊ ചില വ്യക്തികൾ, എനിക്ക് ചില ആളുകൾ എങ്ങനെ ഓർമ്മ വരും. ചിലപ്പോൾ വല്ലാതെ നമുക്ക് ദേഷ്യം ഉണ്ടായിരുന്ന, ഞാൻ തല്ല് കൊടുത്ത ഒരാളുണ്ടായിരുന്നു പണ്ട് ജാഹിലിയ്യക്കാലത്ത്. എന്നും ചിരിയോടെയാണ് ആ മനുഷ്യൻ നേരിടുക. കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇതൊക്കെ അങ്ങനെയാണ് കുറെ അങ്ങനെ മനസ്സിലേക്ക് ചില വരുന്നുണ്ടാവും. എന്നും ചിരിച്ചു നിൽക്കുന്ന, അവർക്കൊരു വിദ്വേഷവും പകയൊന്നും ഇല്ല. അവർ നമ്മളെ കീഴടക്കി ഹൃദയം പിടിച്ചെടുത്തു. അതാണ് ഇബ്നു ഉയൈന പറഞ്ഞത്. പുഞ്ചിരിയും ബഷാഷത്തുൽ വജ്ഹ്, മുഖത്തിന്റെ പ്രസന്നത എന്നുള്ളത് നിങ്ങളുടെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു കെണിയാണത്. അതിൽ കീഴ്പ്പെട്ടു പോകും മനുഷ്യൻ. പുണ്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ എങ്ങനെയാണ് റസൂൽ ആകർഷിച്ചത്? നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ, വശ്യമായ പെരുമാറ്റം. ഇതായിരുന്നല്ലോ അള്ളാന്റെ റസൂലിന്റെ പ്രത്യേകത. മനുഷ്യരാശിയെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വതസിദ്ധമായ ആ പുഞ്ചിരിയുടെയും ആ പ്രസന്നതയും ഒക്കെ വെച്ചിട്ട് സ്നേഹത്തിന്റെ ഒരു സൗമ്യമായൊരു ഭാഷ റസൂൽ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നുണ്ട്, വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലം ഫദ്ദു മിൻ ഹവലി. റസൂലേ, അങ്ങൊരു പരുഷ പ്രകൃതക്കാരനായിരുന്നെങ്കിൽ, ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ മസ്ല പിടിച്ചിട്ട് ചിരിക്കാതെ പരിക്കൻ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹവലി,
ഇവരാരും അങ്ങയുടെ പരിസരത്ത് ഉണ്ടാകുമായിരുന്നില്ല, എല്ലാവരും അങ്ങേ വിട്ടു പോകുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സൗമ്യതയോട് ഇടപെടണം, അവരെ നോക്കി പുഞ്ചിരിക്കണം, മുഖത്ത് പ്രസന്നത വരുത്തണം എന്ന് നബി പറയുക മാത്രമല്ല, പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിന്റെ റസൂല് ഈ ചിരി എന്ന, സന്തോഷമെന്ന, പ്രസന്നത എന്ന ഭാഷ സമൂഹത്തെ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റസൂൽ കുടുംബത്തോട് അങ്ങനെയായിരുന്നു. നബിന്റെ കുടുംബത്തോട് നബി പ്രസന്നവദനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിനോട് റസൂൽ അങ്ങനെയായിരുന്നു. അതാണ് അള്ളാന്റെ റസൂൽ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പല നേട്ടങ്ങളാവുള്ളത്. മലയാളികളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാറുള്ള അങ്ങനെ തന്നെയാണ്. ചിരിക്കാനൊക്കെ തീരെ മടിയുള്ള ആൾക്കാർ. ഞാൻ ഈ വിഷയം 2 വട്ടം മുമ്പ് പറഞ്ഞതാണ്. പിന്നെ ഇതെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഖുതുബകൾ ഇങ്ങനെ ഓർത്തു വെക്കുന്ന പതിവൊന്നും ആർക്കും ഇല്ല എന്നുള്ള എനിക്കറിയാം. പക്ഷെ എങ്കിലും ചിലപ്പോൾ ചില ഓർക്കുന്നുണ്ട്, ഇത് മുന്നേ പറഞ്ഞല്ലേ എന്ന്. ഐക്യം ഉണ്ടാവുക എന്ന ആഗ്രഹത്തിന്റെ പേരിൽ മാത്രമാണ്. ഇപ്പോഴും മനുഷ്യന്മാരുടെ മനസ്സുകൾ അടുക്കുന്നില്ല. പലപ്പോഴും ആളുകളുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴത്തേക്കും പലർക്കും പലരെ ഇഷ്ടമല്ല. ഒരേ ആദർശത്തിന്റെ ആളുകള്, ഒരേ കുടുംബത്തിലെ ആളുകള്, ഒരേ നാട്ടുകാര്, ഇത്രയും അടുത്ത ബന്ധങ്ങൾ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോഴാണ് തമ്മിൽ കണ്ടുകൂടാത്തത്. ഒരാൾ ഈ വഴിക്ക് വന്നാൽ ആ വഴി മാറിപ്പോയിക്കളയും. നേരിട്ട് വന്നാൽ പിന്നെ ചിരിക്കേണ്ടി വരുമല്ലോ, സലാം പറയേണ്ടി വരുമല്ലോ, സംസാരിക്കേണ്ടി വരുമല്ലോ, അതിന്റെ വഴി തന്നെ ഒഴിവാക്കി ഇങ്ങ് പോവാണ്. ഇത് പാടില്ല. വിശ്വാസികളെ ഇസ്ലാം ഉദാഹരിച്ചിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദാഹരണങ്ങളിലുണ്ടല്ലോ. ഒരു ബിൽഡിംഗ് പോലെ എന്നൊക്കെ പറയാല്ലേ, പിന്നെ ഉദാഹരണം വിശ്വാസികൾ ബിൽഡിംഗ് പോലെയാണ്. ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം മറുഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ ഒരു ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ കെട്ടിടത്തിന്റെ ബാക്കി 3 ഭാഗത്തിന് പിന്നെ ബലമൊന്നുമില്ല. ഈ തൂണുള്ളത് കൊണ്ടാണ് ഈ മേലാപ്പ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ യശുദ്ധ ബാധു ബാധ, ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് ബലം കൊടുക്കുന്നു എന്നതുപോലെയാണ് ഈ വിശ്വാസികളുടെ പരസ്പര ഐക്യവും കെട്ടുറപ്പും. അപ്പൊ ഒന്നായിരിക്കണം. ഒരു വിശ്വാസിന്റെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നമായിരിക്കണം. കാണുമ്പോൾ ഒന്ന് ഇച്ചിരി കാണാൻ ആഗ്രഹിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ പോകുന്നത് എന്താണ്? ഇഷ്ടമുള്ള ആളുകളെ തേടി നമ്മൾ പോകുന്നത് അവര് നമുക്ക് പോകുമ്പോഴൊക്കെ 500ന്റെ കെട്ടെടുത്ത് തരുന്നതുകൊണ്ടല്ല. ഒന്നുമില്ല, അവിടെ പോയി ചിരി കിട്ടുമല്ലോ, അവിടെ പോയി ചിരിക്കുന്ന മുഖം കാണാലോ, ഒരു സന്തോഷം കിട്ടുമല്ലോ, നല്ല വർത്താനം കേൾക്കാൻ കഴിയുമല്ലോ. ചീത്ത വർത്താനം കേൾക്കുന്നിടത്തിലേക്ക് ആളുകൾ നിങ്ങൾ എത്ര അടുത്ത ബന്ധുവാണെങ്കിലും പോവില്ല. നിങ്ങൾ എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും പോകുമ്പോഴത്തേക്ക് മുഖം ചുളിച്ചു കാണിക്കുന്ന, ചിരിക്കാൻ തയ്യാറാക്കാത്ത, കുറ്റപ്പെടുത്തുന്ന കൂരമ്പകളുമായി എതിരിടുന്നവരെ ഒരിക്കലും നമ്മൾ അങ്ങോട്ടും പോയില്ല. നമ്മൾ അങ്ങനത്തെ ആളാണെങ്കിൽ അവർ ഇങ്ങോട്ടും വരില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ സ്നേഹത്തിന്റെ, ഈ ചിരിയുടെ, പുഞ്ചിരിയുടെ, സന്തോഷത്തിന്റെ, പ്രസന്നതയുടെ വലിയ പാഠമുണ്ട്. ഈ പാഠം നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ 2 നേട്ടം അതുകൊണ്ടുണ്ടെന്നാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ചിരിച്ചാ 2 നേട്ടം. എന്താ 2 നേട്ടം? ഒന്ന് ഇഹലോകത്തെ നേട്ടമാണ്, മറ്റൊന്ന് പരലോകത്തെ നേട്ടം. ഇഹലോകത്ത് ഇതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താന്ന് വെച്ച് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ പറഞ്ഞ ഒരു സംഗതിയാണ് ഹൃദയ വിശാലത. നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും. ഹൃദയ വിശാലത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അലം നശ്റഹ് ലക സദ്റക്, അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറഞ്ഞതാണ്. അലം നശ്റഹ് ലക സദ്റക്, നബിയെ അങ്ങേക്ക് ഞാൻ ഹൃദയ വിശാലത തന്നില്ലേ? ഹൃദയ വിശാലത റസൂൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റസൂൽ എല്ലാരും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണത്തിന് അതീതമായി ചിന്തിച്ചൊരു പ്രവാചകനാണല്ലോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സില് വെളുത്തു തുടുത്ത സൽമാൻ ഇല്ലായിരുന്നു, അങ്ങേയറ്റം കറുത്തിട്ട് കരിക്കട്ട പോലത്തെ ബിലാൽ ഇല്ലായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, പരദേശി ഉണ്ടായിരുന്നു, പല കുടുംബക്കാരുണ്ടായിരുന്നു. എല്ലാവരും റസൂൽ ചേർത്ത് പിടിച്ചില്ലേ? എല്ലാരെയും ഉൾക്കൊള്ളാൻ നബിക്ക് കഴിഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? നബിന്റെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ആയതിയാ നേരത്തെ ഓതി വെച്ചു, വലൗ കുന്ത ഫളൽ ഗലീദൽ ഖൽബ്, അങ്ങ് പരുഷ പ്രകൃതക്കാരനായിരുന്നെങ്കിൽ ലം ഫളു മിൻ ഹൗലിക്, ആളുകൾ അങ്ങയുടെ അടുക്കൽ നിൽക്കാതെ അങ്ങേ വിട്ടുപോകുമായിരുന്നു. അപ്പൊ ഹൃദയ വിശാലം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമുക്കെല്ലാരെയും ഉൾക്കൊള്ളാൻ പറ്റണം. നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാരും ഇടുങ്ങി ആളുകളെ കാണാമെന്ന് ആഗ്രഹിക്കുന്നവരല്ലല്ലോ. ഓരോരുത്തർ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരെയും ഒന്നായി കാണാനാണ് ആഗ്രഹം, മനുഷ്യന്മാരെയൊക്കെ സ്നേഹിക്കണം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് സാധിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മുഖം പലപ്പോഴും മനുഷ്യരല്ലാത്ത മറ്റു മൃഗങ്ങളുടെ മുഖം പോലെയാണ്. അതാ പ്രശ്നം. ഭാവവ്യത്യാസങ്ങളോട് വരുന്നില്ല, അവിടെ ചിരി വരുന്നില്ല, സന്തോഷം വരുന്നില്ല. അപ്പൊ ഇത് ആ നിലക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിന് വിശാലത വരുന്നതോടെ തന്നെ ശാന്തി അവിടേക്ക് വന്നെത്തുമല്ലോ. പലരുടെയും മനസ്സിന് വല്ലാത്ത ഇടുക്കാണ്, ടെൻഷനാണ്.
ടെൻഷനാണ്. ടെൻഷൻ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ചിരിയാണ്. ഈ മോർഫിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ. മോർഫിൻ എന്നുള്ള ഹോർമോണാണ് നമ്മുടെ തലച്ചോറിന് സമാധാനം കൊടുക്കുന്നതെന്നാണ്. ചിരി അതിന് സമാനമാണ് എന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞു വെക്കുന്നത്. ചിരിയിലൂടെ ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അങ്ങനെ അല്ലെങ്കിൽ അത് തന്നെ ആ ഹോർമോണിന് പകരമായിട്ട് നിൽക്കും. ഏകാഗ്രത കിട്ടും. ഇതൊക്കെ സയൻസിന്റെ കണ്ടുപിടുത്തങ്ങളാണ്. ചിരിയിലൂടെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ശാസ്ത്രം പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഏകാഗ്രത. അപ്പൊ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നല്ല ഏകാഗ്രത വേണ്ടേ? നമുക്ക് തന്നെ ഇവിടെ പല പ്രവർത്തനങ്ങളും ഏകാഗ്രത വേണ്ടേ? പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് പോലും അവർക്കറിയില്ല. നമ്മൾ സാധാരണ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും എന്താണ് ചെയ്യുന്നത് എന്ന് പോലും പലർക്കും അറിയില്ല. ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയി. എന്തോ ഉദ്ദേശിച്ചു വേറെന്തുമാണ് ചെയ്തു പോകുന്നത്. അപ്പൊ നമ്മളുടെ മനസ്സിന് ഏകാഗ്രത തരുന്നു, ചിന്തിക്കാനുള്ള കഴിവ് നൽകുന്നുണ്ട്, നമ്മുടെ ബുദ്ധി അതിലൂടെ വളരും, നമുക്ക് ഓർമ്മ ശക്തി വർദ്ധിച്ചു കിട്ടും. ചില ആളുകളുടെയൊക്കെ വലിയ പ്രശ്നം എന്താ പറയുക, ഉറക്കമില്ല. ചിലരോടൊക്കെ സംസാരിക്കണം, ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രി ഉറക്കമില്ലത്രേ. എന്താ ഉറക്കമില്ലാത്ത? ഇനി ഉറങ്ങിയാലോ? ഉറങ്ങിയ ചിലരുടെ പ്രശ്നം, ഉറങ്ങിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പേക്കിനാവുകളാ കാണുക എന്നുള്ളതാണ്. ഇത് പലരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. രാത്രി സുഖമായി ഒന്ന് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമല്ലേ? അള്ളാഹു നമുക്ക് രാത്രി ഉറങ്ങാനുള്ളതാക്കി തന്നതാണല്ലോ. രാത്രി ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ട് ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കത്തിലേക്ക് അഭയം തേടുന്ന ആളുകളുണ്ട്. ആലോചിച്ച് നോക്കിനത്തെ പ്രയാസമാണ് ആളുകളുടെ. ചിലർക്ക് രോഗത്തിന്റെ കാരണത്തെ, എന്തെങ്കിലും കാരണത്തെ ഉറങ്ങാൻ പറ്റാതെ രാത്രി കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ ഇടങ്ങേറ് പറയില്ല. ഉറങ്ങിയ ചില ആളുകൾക്ക് ആവട്ടെ എന്തൊക്കെയോ ഇങ്ങനെ കാണുന്നുണ്ട്, സ്വപ്നം, പേടി സ്വപ്നങ്ങള്. ഈ രണ്ടു പ്രശ്നവും മാറാൻ ചിരി മതി എന്നാണ് ശാസ്ത്ര ഗവേഷണം. ബീറ്റ എൻഡോർഫിൻ ഹോർമോൺ നമ്മുടെ മസ്തിഷ്ക കോശങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെട്ടിട്ടുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉണ്ടാകണമെങ്കിൽ ചിരി വേണമെന്നാണ്. ഇങ്ങനെ കുറെ നേട്ടങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് വൈദ്യശാസ്ത്രം പറയുന്ന, ഡോക്ടർമാര് തറപ്പിച്ചു പറയുന്ന ഒരു കാര്യമാണ് ചിരി നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ഉണ്ടാക്കി തരുന്ന സാധനമാണ്. ശാരീരിക പ്രവർത്തനങ്ങൾ വളരെ ഉന്മേഷത്തോടെ നമുക്ക് ചെയ്യാൻ ചിരിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. നല്ല ആരോഗ്യം ഉണ്ടാകും, ഉന്മേഷം ഉണ്ടാകും. അപ്പോ ഇതിന്റെ ഒരു ശാസ്ത്രീയമായി നമുക്ക് ശരീരത്തിന് കിട്ടുന്ന ഒരു നേട്ടമാണെങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലക്ക് വിശ്വാസി പൊതുവെ ബലവാനായിരിക്കണം, കരുത്തനായിരിക്കണം. കവിയായ മുഅ്മിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അൽ മുഅ്മിൻ അൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിൻ അൽ ലഈഫ്. ശക്തനായ വിശ്വാസി ബലഹീനനായ വിശ്വാസിയേക്കാൾ ഉത്തമനാണ് എന്നാണ്. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം. എന്തിങ്ങനെ രോഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വയ്യെന്ന് പറഞ്ഞിരുന്നാ പോരാ. ആരോഗ്യമുള്ളവനാണ് വിശ്വാസി. അപ്പൊ നമുക്ക് ആരോഗ്യം കിട്ടാനുള്ള ഒരു കുറുക്കുവഴിയാണ് ചിരി എന്ന് സയൻസ് പറയുമ്പോ അതിനൊക്കെ അപ്പുറത്ത് അത് വ്യക്തിപരമായി നമുക്ക് കിട്ടേണ്ടുന്ന ഒരു നേട്ടമാണ് എങ്കിൽ ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി മനുഷ്യനൊരു സമൂഹമാണ് എന്നുള്ള സംഗതിയാണ്. അത് ഇസ്ലാം മാത്രം പഠിപ്പിക്കുന്നതല്ല, പക്ഷെ ഇസ്ലാം അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. മനുഷ്യന്റെ സാമൂഹികമായ ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ മുഖപ്രസന്നത ഇല്ലാതെ എങ്ങനെയാ സാധിക്കുക? ഓരോരുത്തരും മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ പിന്നെ തമ്മി ബന്ധം ഉണ്ടാവില്ലല്ലോ. ഓരോരുത്തരും പിന്നെ ഓരോ രാജ്യമായി മാറി. ഞാനൊരു രാജ്യം, നിങ്ങൾ വേറൊരു രാജ്യം, അല്ലെ? കലഹങ്ങൾ പിന്നെ എപ്പോ അവിടേക്ക് വന്നു ചോദിച്ചാൽ മതി. നമ്മൾ ഒന്നാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരെ നിങ്ങൾ ഓരോരുത്തരും ഓരോ രാജ്യാന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്കെട്ടാന്നാ പറഞ്ഞത്. പല ശരീരങ്ങളായി നിൽക്കുമ്പോഴും ഒറ്റ ബിൽഡിങ്ങിനോട് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ ഉദാഹരിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒറ്റ മനസ്സോടെ വിശ്വാസി നീങ്ങാൻ വേണം. അപ്പൊ ഒറ്റ മനസ്സോടെ വിശ്വാസിക്ക് നീങ്ങാൻ ആവശ്യമായ ഈ ഒരു തോന്നൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ ചിരിയും മുഖപ്രസന്നതയും ഒക്കെ. ഇതിന് സാമ്പത്തിക ചെലവൊന്നും ഇല്ലാട്ടോ. ചിരിക്കാൻ പൈസ കൊടുക്കണം ഉണ്ടല്ലോ. പക്ഷെ പലരുടെയും തോന്നുന്നത് എന്താ വെച്ചാ ചിരിക്കെന്തോ വലിയ പൈസ മുടക്ക് വരുന്ന പോലെയാണ്. ചിരിക്കില്ല, എന്ത് പറഞ്ഞാലും ചിരിക്കില്ല, കൂട്ടിയിടിച്ചാൽ കൂടെ ചിരിക്കില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അല്ലാതെ മസിൽ പിടിച്ച് വരുന്ന ആൾക്കാർ. ചില ആളുകളോടൊക്കെ സംസാരിക്കണമെങ്കിൽ ളുഹർ കഴിയണം. അങ്ങനെയുണ്ട് ആളുകള്. സുബഹിക്കൊക്കെ ചിലപ്പോൾ സലാം പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ ഇപ്പൊ ഒരു സലാം എന്നാണ് തോന്നൽ വരിക. അപ്പൊ ഇത് സാമ്പത്തിക ചെലവ്, ശാരീരിക അധ്വാനമൊന്നുമില്ലാതെ ജനങ്ങളിലേക്ക് സ്നേഹം പകരാനുള്ള ഒരു പണച്ചെലവില്ലാത്തൊരു തപാലാണ് ഈ പുഞ്ചിരി എന്നുള്ളത്. ഇതൊരു ഫ്ലാഷാണ്. ഈ ക്യാമറയ്ക്ക് ഫ്ലാഷ് ഉണ്ടല്ലോ, ഫ്ലാഷ് അടിക്കുമ്പോഴത്തേക്കും
മുഖത്തുനിന്ന് വിടുന്നൊരു ഫ്ലാഷാണത്. മുഖത്തുനിന്ന് വിടുന്നൊരു ഫ്ലാഷാണ്. ഈ ഫ്ലാഷ് നമുക്ക് പോസിറ്റീവ് എനർജി നൽകും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈ ചിരിയുടെ ഐഹികമായ ഗുണങ്ങളാണ്. അത് മാറ്റിവെക്കും. അതെന്തും ആയിക്കോട്ടെ, ഐഹികമായ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിരിക്കണ്ട. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇഖ്ലാസ് ഉണ്ടാവണമല്ലോ. ഐഹികമായ ഗുണം പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ രാത്രി മുഴുവൻ നിസ്കരിച്ചു കളയും, 5 നേരം മുടങ്ങാതെ നിസ്കരിച്ചു കളയും. കാരണം ശാരീരികമായ ഭൗതികമായ ചില നേട്ടങ്ങൾ അതിൽ കിട്ടും, അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ നോമ്പെടുക്കുന്ന ആൾക്ക് കുറെ ഗുണങ്ങളുണ്ടല്ലോ. നോമ്പിന്റെ ആരോഗ്യവശങ്ങളെ കുറിച്ച് പറയാനാണ് ആളുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ, എന്നാ പിന്നെ നോമ്പെടുത്ത് കളയാം മാസത്തിൽ 3. അങ്ങനെ തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വല്ലാതെ പ്രഷറുള്ള കൂടിയിട്ടുണ്ട്, എന്റെ ഷുഗർ കൂടിയിട്ടുണ്ട്, പണ്ട് മാസത്തിൽ 3 വട്ടം നിങ്ങൾ ഉപവസിക്കുന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ മാസത്തിൽ 3 ദിവസത്തെ നോമ്പ് സുന്നത്തുണ്ട്, ഞാനത് എടുത്തു കളയാം. ഇയാൾക്ക് നോമ്പിന് കൂലി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിന് പ്രത്യേകിച്ച് കൂലിയൊന്നും കിട്ടില്ല. കാരണം ഇയാൾ നോമ്പെടുത്തതിന് വേണ്ടിയിട്ടാണ്, അയാളുടെ പ്രഷർ ലെവൽ കുറയാൻ വേണ്ടിയിട്ടാണ്, ഷുഗർ ലെവൽ കുറയാൻ വേണ്ടിയിട്ടാണ്. അതല്ല. അപ്പൊ ഭൗതികമായ നേട്ടങ്ങൾ ഇസ്ലാം നമുക്ക് നിഷ്കർഷിച്ചു തന്ന ഇബാദത്തിനും അഖ്ലാഖിനും സ്വഭാവത്തിനുമൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ഒരു വിശ്വാസി ഈ ഭൗതികമായ നേട്ടങ്ങളെ ആഗ്രഹിച്ചല്ല ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നത്. പിന്നെന്തിനു വേണ്ടിയിട്ടാ? പാരിത്രികമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പാരിത്രികമായ നേട്ടമാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചിരി ഒരു സദഖയാണ്. ചിരി ഒരു സദഖയാണ്. റസൂൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടോളിൻ, വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. അത് ധർമ്മമാണ്, ദാനധർമ്മമാണ്. ഒരു മുസ്ലിമിനെ നോക്കി പുഞ്ചിരിക്കാൻ, ആ ഒരു സദഖന്റെ പ്രതിഫലം കിട്ടാൻ പണക്കാരന് മാത്രമല്ലല്ലോ കഴിയാ, ദരിദ്രന് കഴിയും. പണക്കാരനും ദരിദ്രനും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന അതിമഹത്തായ ഒരു ദാനധർമ്മമാണ് പുഞ്ചിരി. അപ്പോ ഈ ഒരു പുഞ്ചിരി ഒരു ഇബാദത്തായി അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുമ്പോ, ഒരു സദഖയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോഴും നമ്മൾ ഇതിനെ എത്ര അവഗണിക്കുന്നുണ്ട് എന്ന് നോക്കുക. നമ്മളിലേക്ക്, വേറെ ആരിലേക്ക് നോക്കണ്ടായ. പലപ്പോഴും പലതും പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വേറെ ചില ചിത്രങ്ങളാണ് വരിക. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളെ അല്ലല്ലോ കാണുക. നമ്മുടെ കണ്ണിന്റെ പ്രശ്നം എന്താ അറിയാമോ? നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന ബാക്കിയുള്ളവരൊക്കെയാണ്. അപ്പൊ ഞാനിത് പറയുമ്പോ ഇങ്ങനെ ശരിയാണല്ലോ, അവൻ ചിരിയില്ല, അവൻ ചിരിക്കാത്ത ആളാണ്. നമ്മളത്ര ചിരിക്കുന്നില്ല. നമ്മൾ ഈ നന്മയെ നമ്മളത്ര അവഗണിക്കുന്നുണ്ട്. പണത്തിന്റെ ഒരു ചെലവുമില്ലാത്ത ഈ സദഖയിൽ നാം എത്ര പിശക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഉ റസൂലിനെ അനുധാവനം ചെയ്യുക ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് പിൻപറ്റാൻ കഴിയും ഒരു ചിരി നമ്മുടെ മുഖത്ത് കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അബ്ദുല്ലാഹ് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹാബി പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. മദീനയിൽ റസൂലിനേക്കാൾ ഏറെ ചിരിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. സഹാബിന്റെ ഖൗലാണ്, ഹദീസാണ്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹ് ഹദീസാണ്. പുഞ്ചിരിയാണ് കേട്ടോ, പൊട്ടിച്ചിരിയും ബഹളമൊന്നുമല്ല. എന്നും നബീന്റെ മുഖത്തുണ്ടാവും ഒരു ചിരി. ഇപ്പൊ ജരീർ ഇബ്നു അബ്ദുല്ലാ അൽ ബിജ്ലി എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സമ്മാനമായിട്ട് ചിരിയെ പരിചയപ്പെടുത്തുന്നത്. റസൂൽ ഞങ്ങൾക്ക് തന്നൊരു സമ്മാനമാണ് ചിരി. മാറആനി റസൂലുള്ളാഹി, ഈ ഹദീസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല. മാറആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫി വജ്ഹി. നബി എന്നെ കണ്ടിട്ടില്ല, നബി എന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടില്ല. നബി എപ്പോ എന്നെ കാണുന്നു അപ്പൊ നബിന്റെ മുഖത്ത് ചിരി ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ കഴിയും, പ്രയാസമില്ല. ഇന്ന് മുതൽ തീരുമാനിച്ചാൽ മതി. ഞാൻ അഭിമുഖീകരിക്കുന്ന ഏതൊരാൾക്കും ഞാൻ ആദ്യം അയാളെ നോക്കി ചിരിക്കും. ഇത് പരിചയമുള്ളവനോടും പരിചയമില്ലാത്തവനോടും ആവല്ലോ. നമുക്ക് പരിചയമുള്ളവനോട് മാത്രമേ ചിരിക്കുമെന്നുണ്ടോ? ഇല്ല. ശത്രുവിനോട് ചിരിച്ചു കഴിഞ്ഞാല് ആ ശത്രു നിങ്ങൾക്ക് കീഴ്പ്പെടും. ഇപ്പൊ ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ഹലാലായ സിഹറാണ് ചിരിയെന്ന്. സിഹർ ഹറാമാണല്ലോ, ഹലാലായ സിഹറാണ് ചിരി. എന്തിനാ സിഹർ ചെയ്യുന്നത്? സിഹറിന് പരസിദ്ധി ഉണ്ടോ ഇല്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സിഹർ മാരണം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാളെ നമ്മുടെ ചൊൽപ്പടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു മാരണമാണ് ചിരി. നിങ്ങൾ ഒരാൾ മനുഷ്യൻ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ സൗഹൃദം നേടിയെടുത്തു.
അയാളുടെ മനസ്സിൽ നിങ്ങളോടുണ്ടായിരുന്ന വിദ്വേഷത്തെ നിങ്ങളുടെ ചിരി അലിയിച്ചു കളഞ്ഞു. വെറുപ്പിന്റെ കയർ ആ ചിരി അറുത്തു മാറ്റിക്കളഞ്ഞു. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ പലതരം കുശുമ്പുമായിട്ട്, കുശുമ്പ് കൂടിയിട്ട് കുശുമ്പിന്റെ കുശുകുശുപ്പുകൾ. രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടിയാലുള്ള ചർച്ച എന്താ? രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടിയ ദീനി ചർച്ചയാണോ നടക്കുക? അല്ല. പിന്നെന്താ? രാഷ്ട്രീയ ചർച്ചയാണോ? അതുമല്ല. സാമ്പത്തിക പ്രശ്നം ചിലപ്പോൾ ചില ആൾക്കാരെ ചർച്ച ചെയ്യാറുണ്ടാവും. അല്ലെ പിന്നെ രണ്ടാൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുക? മറ്റൊരാളുടെ ഇറച്ചി തിന്നലാണ്. അപ്പൊ ഈ സംസാരിക്കുന്ന ഈ രണ്ടാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് മൂന്നാമനെങ്കിൽ പിന്നെ അയാളുടെ കാര്യം അതോടെ കഴിഞ്ഞു. ഈ രണ്ടാളുടെയും പല്ലിൽ മുറി, റസൂലിന്റെ ഭാഷ പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും തേറ്റയിൽ ഈ മനുഷ്യന്റെ പച്ചമാംസമാണ് പിന്നെ ഉള്ളത്. അപ്പൊ അത് വേണ്ട. അതിനേക്കാൾ ഏറ്റവും നല്ല പരിഹാരം എന്നുള്ളത്, സ്നേഹം ഉണ്ടാക്കാനുള്ളൊരു മാർഗം എന്നുള്ളത് ഈ ചിരി അങ്ങ് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. പണച്ചെലവില്ലാത്ത, ശാരീരികാധ്വാനം ഇല്ലാത്ത, വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്ന മഹനീയമായൊരു ഗുണമാണ് ഈ ചിരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ മുഖത്തിന് പ്രസന്നത നൽകുകയും എല്ലാവരോടും സദാ പുഞ്ചിരിക്കാൻ, അങ്ങനെ ഹബീബിന്റെ കാൽപ്പാടുകളെ പിൻപറ്റാനുള്ള മഹാഭാഗ്യം കാരുണ്യവാനായ നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുകാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും തഖ്വ മുറുകെ പിടിക്കുക. ഇഖ്ലാസോടുകൂടി തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തഖ്വയും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രവാചകന്റെ ചിരിയെ കുറിച്ച് പറയുന്നുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖുർആൻ ഫതബസ്സമ ലാഹിക. സുലൈമാൻ ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് ചിരിച്ചുപോയി. എന്താ സംഭവം എന്നറിയോ? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മഹാസൈന്യം ഉണ്ടല്ലോ, ഈ മഹാസൈന്യവുമായിട്ട് സുലൈമാൻ നബി ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു വലിയ താഴ്വരയിൽ ഒരു പറ്റം കൊച്ചുറുമ്പുകൾ ഇങ്ങനെ ഈ സൈന്യത്തിന്റെ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലെ ഉറുമ്പുകളുടെ നേതാവ് ഉറുമ്പ് തന്റെ ബാക്കി ഉറുമ്പുകളെ നോക്കിയിട്ട് പറഞ്ഞു എന്നാണ്, സുലൈമാനും കൂട്ടരും വരുന്നുണ്ട്, നിങ്ങളെ അവർ ചവിട്ടി അരക്കാതിരിക്കാൻ വേണ്ടി യാ അയ്യുഹൻ നംലു ദുഖുലു, ഉറുമ്പുകളെ നിങ്ങൾ നിങ്ങളുടെ കൂടുകളിലേക്ക് എത്രയും പെട്ടെന്ന് പോയി രക്ഷപ്പെട്ടോളൂ എന്ന് ഉറുമ്പ് വിളിച്ചു പറഞ്ഞു എന്നാണ് ഖുർആൻ പറയാണ്. ഖുർആന്റെ ആയത്താണ്. ഉറുമ്പ് വിളിച്ചു പറഞ്ഞു എന്നാണ്. അപ്പൊ സുലൈമാൻ നബി ഇത് കേട്ടു. അള്ളാഹു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് പക്ഷിമൃഗാദികളുടെയൊക്കെ ഭാഷ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കഴിവ് ആ പ്രവാചകൻ ഉണ്ടായിരുന്നു. അപ്പൊ ഉറുമ്പ് സംസാരിക്കുന്നത് സുലൈമാൻ നബിന്റെ ചെവിയിൽ വന്നെത്തി. ഇത് കേട്ടിട്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ച് ചിരിച്ചുപോയി എന്ന് ഖുർആൻ പറയുമ്പോ, ഒരു സാധു ജീവിയെ നോക്കിയിട്ട് ചിരിക്കാൻ ഒരു പ്രവാചകന് കഴിഞ്ഞെങ്കിൽ, നമ്മൾ നോക്കി കലഹങ്ങൾ പെരുകിയ ഈ കാലത്ത് സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ നമ്മളെ തടയുന്നത് എന്താണ്? നമ്മളോട് കലപില കൂട്ടുന്നു, നമ്മുടെ സ്വത്ത് പിടിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നു, അതിര് മാറ്റിക്കുത്താൻ നമ്മളില്ലാത്തപ്പോ വേലി മാന്തുന്നു എന്നൊക്കെ നമ്മൾ ആരോപിക്കുന്ന നമ്മുടെ അയൽക്കാരനില്ലേ? കുറ്റം നമുക്കല്ലോ, അയാളല്ലെന്ന് കുറ്റം. നമ്മൾ സേഫ്, നമ്മൾ നല്ല ആളാണ്, അയൽക്കാരന്റെ പ്രശ്നമാണ്. ആ അയൽക്കാരന്റെ മുഖത്ത് നോക്കി ഒരു ദിവസം 2 വട്ടം ചിരിക്കുകയാണെങ്കിൽ അയാൾ പിന്നെ നമ്മുടെ വഴിക്ക് വരുമല്ലോ. ചെയ്യാൻ പറ്റും നല്ലൊരു മാരനാണല്ലോ അത്, അയാളെ ചിരിച്ചു വായിക്കുക എന്നുള്ളത്. ചിരിച്ചു വായിക്കുന്ന പറയാ അല്ലെ? അപ്പൊ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഇത്രത്തോളം വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സാമൂഹിക പ്രശ്നങ്ങളെ തീർക്കാൻ ഇസ്ലാം നമുക്ക് കാണിച്ചു തരുന്നൊരു മാർഗമാണ് ചിരി എന്നുള്ളത്. വീട്ടിൽ പലപ്പോഴും പലരുടെയും വീടുകള് യുദ്ധക്കളാ. ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കി എങ്ങനെ ചിരിക്കാതിരിക്കാനാകും? ഭർത്താവിന് ഭാര്യയെ നോക്കി എങ്ങനെ ചിരിക്കാതിരിക്കാനാവും? എല്ലാവർക്കും കൊടുക്കുക ഈ സമ്മാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് കളവ് പറയാത്ത നാവ് കൊണ്ട് പറഞ്ഞത്, ഇത് സദഖയാണ്, ഇത് സദഖയാണ്, പണച്ചെലവില്ലാത്തൊരു വലിയ സദഖയാണ് ഈ സദഖ. ഇത് നമ്മളിങ്ങനെ നിർവഹിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോ അത് ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാകണമെന്ന ലക്ഷ്യത്തിലും കൂടെ ആകുമ്പോ
തീർച്ചയായും നമ്മുടെ ആഗ്രഹത്തെ അള്ളാഹു സാധിച്ചു തരും. നമുക്ക് പിന്നെ ലോകത്ത് ശത്രുക്കൾ ഉണ്ടാവില്ല. എല്ലാവരും നമ്മളുടെ സാന്നിധ്യം കൊതിക്കും, എല്ലാവരും നമ്മളെ ആഗ്രഹിക്കും, ആരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലയിലേക്ക് നമ്മളുടെ സ്വഭാവത്തെ മാറ്റിത്തരുമാറാകട്ടെ. എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീകാര്യത, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ് ഒരു മനുഷ്യന് ഭൂമിയിൽ സ്വീകാര്യത കിട്ടുക എന്നുള്ളത്. മാലാഖമാരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതാണ്, മലക്കുകളെ, ഞാൻ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം അള്ളാഹു ജിബ്രീലിനെ വിളിച്ചു പറയും, ജിബ്രീലെ, നീ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അപ്പൊ ജിബ്രീൽ ബാക്കി മലക്കുകളോട് പറയും, മാലാഖമാരെ, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുക. അങ്ങനെ ആ മനുഷ്യന് ഭൂമിയിൽ ഒരു സ്വീകാര്യത വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. സ്വീകാര്യത വെക്കാൻ പറഞ്ഞാൽ എല്ലാവരും എല്ലാ ആളെ അംഗീകരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് എല്ലാവർക്കും അയാളുടെ ഒരു ബഹുമാനം ഉണ്ടാവും, ഒരു ഇഷ്ടം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് ആളുകൾ കഴുത്തിൽ കുടൽമാലയം നോക്കി കഅബാലയത്തിന്റെ പരിസരത്ത് കിടക്കുമ്പോഴും ആ റസൂലിന്റെ കയ്യിലായിരുന്നു മക്കക്കാരുടെ സമ്പാദ്യം സൂക്ഷിക്കാൻ ലഭിച്ചിരുന്നത്. അതൊരു സ്വീകാര്യതയാണ്. ഇങ്ങനെ ആവണം വിശ്വാസി. അതിന് വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവ ഗുണങ്ങളിലെ ഒരു പ്രധാന ഗുണമായ ചിരിയും മുഖപ്രസന്നതയും നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കണം. കരുണാവാരിധിയായ നാഥൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളുടെയൊക്കെ സ്വഭാവം ഏറ്റവും മികച്ച സ്വഭാവമാക്കി തരണേ. അള്ളാഹുവേ, പടപ്പുകളോട് ചിരിക്കാനും പാദയാത്ര നിന്നോട് കരയാനുമുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ ഏറ്റെടുക്കണേ അള്ളാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കബൂലാക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യണേ അള്ളാഹു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഞായറാഴ്ച നമ്മുടെ മദ്രസ ഹാളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ, ഹുബ്ബുൻ നബി എന്ന വിഷയത്തിൽ പൊതു ക്ലാസ് ഉണ്ടാവും. എല്ലാ ആളുകളും 3 മണിയാകുമ്പോഴത്തേക്കും മദ്രസയിൽ ചേരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر وعذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.